നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ സൈക്ലത്തോണിന് ശേഷം ഞാൻ കോട്ടയം സൈക്ലിംഗ് ക്ലബിൻ്റെ ഒരു അംഗമാകാൻ തീരുമാനിച്ചു. കേരളപ്പിറവിയോടനുബന്ധിച്ച് ഒരു അക്ഷര പൈതൃക യാത്ര കോട്ടയം സൈക്ലിംഗ് ക്ലബ്ബ് നടത്തിയിരുന്നു. കോട്ടയത്തിലെ കുറച്ച് കൾച്ചറലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങുക. പിന്നെ എനിക്ക് റൈഡിനുപരി വാട്സാപ്പിലും സ്ട്രാവയിലൊക്കെ പരിചയപ്പെട്ട കുറച്ച് ആൾക്കാരെയൊക്കെ ഒന്ന് നേരിൽ കാണാനുള്ള ഓപ്പർച്യൂണിറ്റി കൂടെയായിരുന്നു. എല്ലാവർക്കും കേരളപ്പിറവി ദിനാശംസകൾ. കോട്ടയം സൈക്ലിംഗിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ കേരളപ്പിറവിയോട് വെച്ചാൽ അക്ഷര പൈതൃക യാത്രയാണിത്. നമുക്കറിയാം 1956 ഭാഷയുടെ അടിസ്ഥാനത്തിൽ കേരളം രൂപീകരിക്കപ്പെട്ടതിൻ്റെ ഓർമ്മയാണ് കേരളപ്പിറവി ഇന്ന് നവംബർ 1. നമുക്കെല്ലാം കൂടി അഭിമാനിക്കാവുന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമാണ് കേരളം. അത് ഭാഷയുടെ കാര്യത്തിലാണെങ്കിലും സംസ്കാരത്തിലാണെങ്കിലും മറ്റു വൈവിധ്യങ്ങളിലാണെങ്കിലും ഒക്കെ നമ്മൾ പല രംഗത്തും മികച്ചു തന്നെയാണ്. ആ മികവ് നമ്മുടെയൊക്കെ മനസ്സിൽ നിൽക്കാനും നമ്മുടെ നാടിനെ സ്നേഹിക്കാനും വളർത്തുള്ള പാടിയതുപോലെ എന്താ പാടിയത് ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനം, കേരളം എന്ന് കേട്ടാലോ KCC എന്ന് കേട്ടാലും അത്തരം ഒരു സുന്ദര പ്രഭാതത്തിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. നമ്മുടെ ഇവിടെ നിന്നുള്ള യാത്ര നേരെ CMS കോളേജിലേക്ക് പോകുന്നു. അവിടെ നമുക്ക് പെർമിഷൻ ഉണ്ട്, അത് റൈഡ് ചെയ്യുന്നു. CMS കോളേജിൻ്റെ പ്രത്യേകതകൾ മനോജ് സാർ അവിടെ വെച്ച് രണ്ട് അവർക്ക് സംസാരിക്കും. അവിടെ നേരെ പഴയ സെമിനാരി ചെല്ലും. അവിടെ കേരളത്തിലെ പഴയ പഠിത്ത വീട് എന്നറിയപ്പെടുന്ന സെമിനാരി, അവിടുത്തെ പ്രത്യേകത അവിടുത്തെ ഫാദർ നമ്മളോട് സംസാരിക്കും, കാപ്പ് കുടിക്കും. തിരിച്ചുങ്കത്ത് വന്ന് കൊടമാളൂർ വഴി നമ്മുടെ മാന്നാനത്ത് സെൻറ്റർ ഫ്രെയിംസ് ചാവറയച്ചൻ്റെ അവിടെ ചെല്ലും. ചാവറയച്ചനാണ് കേരളത്തിലെ പള്ളിക്കൂടം എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അവിടെ സർഗക്ഷേത്ര എഫുകാരുടെ സംസാരിക്കും. അവിടെ നമുക്ക് ആളുകളുടെ സമയം അനുസരിച്ച് പല സ്ഥലത്തേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഒരു കൂടി എല്ലാ ആശംസകളും. ഈ ശില്പം രൂപകൽപ്പന ചെയ്ത് കാനായ കുഞ്ഞിരാമനാണ്, കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ശില്പി. അദ്ദേഹത്തിൻ്റെ ശില്പമാണ്. അമ്മയും കുഞ്ഞും പുസ്തകം വായിക്കുന്നു. ഇവിടെ നമ്മുടെ ഒരു പുസ്തകം വായിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പ്രതിമയാണ് ഏത്? മലമ്പുഴയിലെ യക്ഷി. പിന്നെ ശംഖുമുഖത്തെ. അപ്പോൾ നമുക്ക് നീങ്ങാം. ഇത് ബെഞ്ചമിൻ ബെയ്ലിയുടെ പ്രതിമയാണ്. ആദ്യത്തെ മലയാള നിഘണ്ടു എഴുതിയ ആളാണ്. വിദേശിയായിരുന്നു. ഇവിടെ വന്ന് പഠിച്ച് മലയാളത്തിൽ നിഘണ്ടു ആദ്യത്തെ മലയാള നിഘണ്ടു എഴുതിയ ഇംഗ്ലീഷാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ CMS കോളേജിലെത്തി. പണ്ട് പലതവണ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഈ മനോഹരമായ ക്യാമ്പസ് ഇങ്ങനെ തിരക്കൊഴിഞ്ഞ് കാണുന്നത് ആദ്യമായിട്ടായിരുന്നു. നമുക്ക് ഈ കോളേജിൻ്റെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഡോക്ടർ KR നാരായണൻ ഇന്ത്യൻ രാഷ്ട്രപതി പഠിച്ച കോളേജാണ്. ഉഴവൂരുകാരനായിരുന്നു അദ്ദേഹം. ഉഴവൂരിൽ നിന്ന് നടന്നാണ് കോളേജ് വന്നത്. രാഷ്ട്രപതി ആയിക്കഴിഞ്ഞ് രാഷ്ട്രപതി ആയിക്കഴിഞ്ഞ് കേരളത്തിലെ ആദ്യത്തെ പ്രോഗ്രാം കോട്ടയത്തെ KC മാമനാപ്പിളാവിൻ്റെ ഉദ്ഘാടനമായിരുന്നു. അതിന് വന്ന് ഉദ്ഘാടനം കഴിഞ്ഞ് നമുക്ക് പ്രോട്ടോക്കോൾ അനുസരിച്ച് രാഷ്ട്രപതി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങത്തുള്ളൂ. രാഷ്ട്രപതി ഇറങ്ങി നടുവിലെ വഴിയിൽ വന്നിട്ട് ഒരു 4ാമത്തെ റോഡ് അദ്ദേഹം നിന്നിട്ട് അവിടെ ഇരുന്ന ഒരാളുടെ കൈ പിടിച്ചു. അപ്പോൾ ഇരുന്നയാൾ എഴുന്നേറ്റു. കുറച്ച് പ്രായമുള്ള ആളാണ്. അപ്പോൾ ചേർത്ത് പിടിച്ചിട്ട് രാഷ്ട്രപതി പറഞ്ഞു, ഇദ്ദേഹമാണ് കിടക്കാൻ മുറിയും കഴിക്കാൻ വസ്ത്രവും കഴിക്കാൻ ഭക്ഷണവും കൊടുക്കാൻ വസ്ത്രവും തന്ന് ഏബ്രഹാം സാർ എന്ന് പറഞ്ഞാൽ അന്ന് CMSൻ്റെ അധ്യാപകനായിരുന്നു. കേരള അത്തരമൊരു വലിയൊരു സംഭവമായിരുന്നു. അധ്യാപകർക്ക് ജീവിതത്തിൽ എത്രമാത്രം വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്ന ഉദാഹരണ ഉദാഹരണമാണ് ഏബ്രഹാം സാറും മനോജ് സാറും ഒക്കെ. സാർ സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, ഫോട്ടോ എടുത്തു. ഇത് എനിക്കിട്ടും ഒരു വീണ് കിട്ടിയ അവസരമാണ്. അതെ, അതുകൂടെ ഉണ്ട്. സാറ് സംസാരിച്ചത് ഞാൻ ഫോൺ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ സാർ അപ്പോഴേ പറഞ്ഞാൽ മനോജ് CMS കോളേജിനെ കുറിച്ച് സംസാരിക്കുന്നു. പക്ഷേ എന്താണ് വളരെ സന്തോഷമുണ്ട്. ഞാൻ CMSലല്ല പഠിച്ച് ഇടയ്ക്കിടെ വരാറുണ്ട്. 1817 കോളേജ് തുടങ്ങുന്നത്. പക്ഷേ
പക്ഷേ ആ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയിൽ വെച്ചിട്ട് ഇതൊരു വിപ്ലവമായിരുന്നു. കാരണം ഒരു സാർവത്രിക വിദ്യാഭ്യാസം ആർക്കും ലഭിക്കാത്തൊരു കാലഘട്ടത്തിൽ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഒട്ടും ലഭിക്കാത്തൊരു കാലഘട്ടത്തിൽ ഇതൊരു കോളേജ് തുടങ്ങുക. ഇതൊന്ന് 500 രൂപയും 16 ഏക്കറുമാണ് അന്ന് ഈ കോളേജിന് വേണ്ടിയിട്ട് രാജാവ് കൊടുത്തത് എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ സാറും ഇടയ്ക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാൻ പറഞ്ഞു, നോക്കിയില്ല. എന്നാലും ഇത്രയാണ് എൻ്റെ ഒരു അറിവ്. ആദ്യത്തെ കോളേജ് എന്ന നിലയിൽ അതുപോലെ തന്നെ ബെയിലി സ്ഥാപിച്ച കോളേജാണ്. അപ്പം ഈ കോളേജിൻ്റെ ചരിത്രം ഒട്ടേറെ ഉണ്ട്. അതിനെക്കുറിച്ചൊന്നും ഇപ്പം പോകാൻ ഫംഗ്ഷൻ ചെയ്യുന്ന ഏറ്റവും പഴയ കോളേജ്. അതെ, കേരളത്തിലെ ഏറ്റവും ഇന്ത്യയിലെ 208 രണ്ടാമത്തെ. ഇതിന് മുമ്പ് ഒരെണ്ണം തുടങ്ങി, പക്ഷെ അത് വർക്ക് ചെയ്യുന്നില്ല. 208 വർഷമായി. ഇതാണ് ഏറ്റവും പഴയത്. അത് കൽക്കട്ട. കൽക്കട്ടയിലാണ്, പക്ഷെ അതിപ്പോൾ വർക്കില്ല. CMS മിഷണറിമാരാണ് ആരംഭിച്ചത്. ആദ്യകാലത്തെ പ്രിൻസിപ്പൽമാരെല്ലാം മണ്ടോയുടെ കാലഘട്ടത്തിലാണ്. മണ്ടോ ദിവാനായിരുന്ന കാലഘട്ടത്തിലാണ്. പഴയ പ്രിൻസിപ്പൽമാരെല്ലാവരും ഇതിനകത്ത്. ഈ വർഷം ഇതിൻ്റെ പ്രത്യേകത, ഇപ്പോൾ ഈ കോളേജിൽ ആദ്യമായിട്ടൊരു വനിതാ പ്രിൻസിപ്പൾ അഞ്ജു ശോശൻ എന്ന് പറഞ്ഞ വനിതാ പ്രിൻസിപ്പൾ ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ഈ വർഷമാണ്. ഇപ്പോൾ വനിതാ വൈസ് പ്രിൻസിപ്പൾ, അങ്ങനെ ഒരു പ്രത്യേകത ഈ വർഷമാണ്. എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ഫിലിംസ് എടുത്തിട്ടുള്ളൊരു കോളേജ് ഇത് തന്നെയാണ്. ക്ലാസ്മേറ്റ്സ് തുടങ്ങിയ നിരവധി സിനിമകൾ ഇവിടെ എടുത്ത സിനിമകൾ വിജയിച്ചതിന് വിളിച്ചതിൽ പിന്നെ ഒരു സ്കൂളിന് വേണ്ടി കോളേജുകൾക്ക് വേണ്ടി കോളേജിന് നല്ലൊരു ഫണ്ട് കൊണ്ടുണ്ടാക്കാൻ സാധിച്ചു. ഗ്രേറ്റുകൾ വലിയ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നതാണ്. തൊട്ടടുത്ത് തന്നെ ഒരു നല്ല തിയേറ്റർ ഉണ്ട്. ഇന്നത്തെ തിയേറ്റർ ഇത്ര മനോഹരല്ലേ സ്കൂളിൻ്റെ ഏറ്റവും. വെൽക്കം. ഇനി ഇവിടുന്ന് നമ്മൾ ജാമിൻ നമ്മളെ കൊണ്ടുപോകും. ജാമിൻ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി. നമ്മളവിടുന്ന് പഴയ സെമിനാരിലേക്ക് തിരിച്ചു. ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. 815 തൊട്ട് ഇവിടെ വിദ്യാഭ്യാസം ആരംഭിച്ചു. ഇത് സെമിനാരി എന്നുള്ളത് തന്നെയല്ല, അതിനോടൊപ്പം സെക്യുലർ വിദ്യാഭ്യാസവുമാണ് ആദ്യം ഉദ്ദേശിച്ചത്. സഭ സെമിനാരി തുടങ്ങുവാനായിട്ട് ആഗ്രഹിച്ച കാലത്ത് തന്നെ മിഷണറിമാരുടെ ഒരു സപ്പോർട്ട് കൂടിയാണ് ഈ സെമിനാരി ഇങ്ങനെ ഇവിടെ സ്ഥാപിക്കാനായിട്ടിടയായത്. തിരുവിതാംകൂർ രാജകുടുംബം ദാനമായി നൽകിയ സ്ഥലമാണ് ഈ മെനച്ചിലാറിൻ്റെ തീരത്തുള്ള സ്ഥലം. ഇത് നിർമ്മിക്കുവാനും അവർ ഒത്തിരിയേറെ സഹായം ചെയ്തു. കേരളത്തിൽ ആദ്യമായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിച്ചത് ഈ നാലുകെട്ടിൻ്റെ മുകളിലാണ്. ഇതിൻ്റെ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ അക്ഷരത്തെ സ്നേഹിച്ചുകൊണ്ട് ഇങ്ങനെ വന്നപ്പോൾ തീർച്ചയായിട്ടും വിദ്യാഭ്യാസത്തിനൊരു വിപ്ലവം തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിൽ CMS കോളേജിൻ്റെ ഉത്ഭവവും ഇവിടെ നിന്ന് തന്നെയാണ്. 1815 ഇത് സെമിനാരി ആരംഭിച്ചു, പഠനം തുടങ്ങി. അന്നൊക്കെ ഇന്ന് ഉള്ള അത്രയും വിദ്യാർത്ഥികൾ ഇവിടെ ഇല്ല, വളരെ കുറച്ച് പേരേ ഉള്ളൂ. ആ കാലത്ത് 6 ഭാഷകൾ ഇവിടെ പഠിപ്പിച്ചിരുന്നു. അതോടൊപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ
മെഡിക്കൽ ഫീൽഡിലേക്കുള്ള ആദ്യ ഇതെന്ന് വെച്ചാൽ ചെറിയ ചെറിയ ക്ലിനിക്കുകളാണ്. ഒരു ക്ലിനിക്ക് ഉൾപ്പെടെ ഈ സെമിനാരിയിൽ ഉണ്ടായിരുന്നു. പിന്നീട് അത് പതുക്കെ പതുക്കെ മുന്നോട്ട് പോയി വിശ്വാസപരമായ ചില പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉടലെടുത്തപ്പോഴാണ് CMS കോളേജുമായിട്ട് മാറുന്നത്. മിഷണറിമാരുമായിട്ടുള്ള ചെറിയ തർക്കങ്ങളെ തുടർന്നാണ് CMS കോളേജ് പിന്നീട് മാറ്റി സ്ഥാപിക്കപ്പെടുന്നത്. ആദ്യം പ്രസ് സ്ഥാപിച്ചതും ഈ സെമിനാരിക്കുള്ളിലാണ്. പിന്നീട് പ്രസ്സാണ് ആദ്യം അണ്ണാങ്കുന്നിലേക്ക് മാറ്റുന്നത്, CMS കോളേജ് ഉൾപ്പെടുന്ന ആ ഭാഗത്തേക്ക്. അത് മാറ്റാൻ കാരണം ഈ മീനച്ചിലാറിൻ്റെ തീരമാണെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ മഷിയും പേപ്പറും ഈർപ്പം കൊണ്ട് നശിക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോഴത്തേക്കിനുമാണ് അതിവിടുന്ന് മാറ്റി സ്ഥാപിക്കുന്നത്. 1837 CMS കോളേജ് പൂർണ്ണമായും അങ്ങോട്ട് മാറുകയാണ് പിന്നീട് ചെയ്തത്. അത് പിന്നെ ഒരു സെക്യുലർ വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ള നിലയിൽ ആദ്യ കോളേജുകളിലൊന്നായി ഇപ്പോഴും അറിയപ്പെടുന്നു. സെമിനാരി വൈദിക പരിശീലനം എന്നുള്ള ഒരു ഇതിലേക്ക് വന്നതുകൊണ്ട് മാത്രം ആ വിധത്തിലങ്ങ് ഒതുക്കപ്പെട്ടു പോയി എന്നുള്ളതാണ്. പക്ഷേ എപ്പോഴും ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ സെമിനാരിയുടെ ഇതിൽ നിന്നാണ് തുടങ്ങിയത്. കേരളത്തിൻ്റെ ഒരു നവോത്ഥാന ചരിത്രത്തിൽ എപ്പോഴും ഓർക്കപ്പെടേണ്ട ഒരു പേരാണ്. ഇപ്പോൾ ഒരു അക്ഷര മ്യൂസിയം തുടങ്ങിയിട്ടുണ്ട്, അവിടെയും ഇതിനെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. പിന്നെ സഭയുടെ ആസ്ഥാനമാണ് ഇത്. ഇപ്പോൾ അത് ദേവലോകത്തേക്ക് മാറിയെങ്കിലും ഒരു കാലത്ത് 1815 മുതൽ 1934 വരെയും ഇവിടെ തന്നെയായിരുന്നു. പിന്നീടാണ് ഒരു കുറച്ച് പ്രതിസന്ധികളൊക്കെ ഉണ്ടായപ്പോഴാണ് ദേവലോകത്തേക്ക് അത് മാറുന്നത്. ഇപ്പോഴും മലങ്കര മെത്രാപ്പോലീത്തായുടെ ഔദ്യോഗിക ആസ്ഥാനം ഈ പഴയ സെമിനാരി തന്നെയാണ്. ഇവിടെ ഇപ്പോൾ UG PG തലത്തിലും അതുപോലെ ഡോക്ടറൽ തലത്തിലുമായിട്ട് 150ഓളം വിദ്യാർത്ഥികളുണ്ട്. ഇവരിപ്പോൾ 4 വർഷമാണ് PD കോഴ്സ് എന്ന് പറയുന്നത്. 4 വർഷം പഠനം 3 വർഷം പഠനം കഴിയുമ്പോൾ ഇവർ ഷമാശന്മാരാകാനുള്ള ഓർഡിനേഷൻ. പിന്നെ 1 വർഷം കൂടെ പഠിച്ചു കഴിയുമ്പോൾ അച്ഛന്മാരാകാൻ ഉള്ള ഇത് കിട്ടും. അവർ പിന്നെ അവരവരുടെ ഡയോസിസിലേക്ക് പോകും. അങ്ങനെയാണ് ഇവിടുത്തെ പഠനം നടക്കുന്നത്. പിന്നെ PG ഉണ്ട്. അത് നമ്മുടെ സഭയിൽ നിന്ന് മാത്രമല്ല, മറ്റ് സഭകളിൽ നിന്നുള്ള ആളുകളുണ്ട്. നോർത്ത് ഇന്ത്യൻ നമുക്ക് ഒത്തിരി പേര് ഇവിടെ പഠിക്കുന്നു. ജോയിൻറ്റ് വെഞ്ചറാണ് മാർത്തോമാ CSC ഓർത്തഡോക്സ് സഭകളുടെ ഒരു എക്യുമെനിക്കൽ രീതിയിലുള്ള ഒരു ഇതിലാണ്. അതാണ് ഇവിടുത്തെ പരിപാടികളൊക്കെ നടക്കുന്നത്. നിങ്ങൾ വന്നതിലുള്ള പ്രത്യേകമായിട്ട് അറിയും. ഇത് ചാപ്പലാണ്. ഒരു 4 ക്രിസ്ത്യന്മാർ കബറടക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടുത്തെ പ്രാർത്ഥനകൾ ഒരിക്കലും മുടങ്ങിയിട്ടില്ല. ഇപ്പോഴും അത് ഇങ്ങനെ കൃത്യയാമങ്ങളിൽ നടന്നു പോകുന്നു. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സെമിനാരി കാണാനും ഇവിടെ ഒരു വലിയ ലൈബ്രറി ഉണ്ട്. പുറത്തുനിന്നൊക്കെ ഒത്തിരി പേര് വന്ന് പഠിക്കുന്നതാണ്. ഒത്തിരി കയ്യെഴുത്ത് പ്രതികൾ, സുറിയാനി ഒക്കെയുള്ള ഒത്തിരി പഴക്കമുള്ള പുസ്തകങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് വരാം, കാണാം. എന്നിട്ട് നിങ്ങൾ മറ്റ് ഇതിലേക്ക് പോകുന്നത് കൊണ്ട് ഒത്തിരി സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട ശ്രീൻ സാർ ഉൾപ്പെടെയുള്ളവർ കടന്നു വന്നതിൽ. എന്താ പറയുക, നമ്മൾ ഉറവിടങ്ങൾ തേടി പോവുക എന്നുള്ളതാണ്. ആ ചരിത്രത്തെ നിങ്ങൾ ഓർക്കുക എന്നുള്ളതും അത് മറ്റുള്ളവരിലേക്ക് പകർത്തുവാനായിട്ട് നിങ്ങളുടെ ഈ യാത്ര കൊണ്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെറിയൊരു ഈ 4 ലിറ്റർ കാണാൻ 4 ലിറ്റർ കാണാം. നമുക്കിനി അടുത്ത് മാന്നാന്തേക്കുണ്ട്. ഞങ്ങൾ സെക്രട്ടറി ഷമീർ വാക്ക്. എല്ലാവർക്കും സ്വാഗതം. KCCയുടെ കേരള പ്രവി ദിനത്തിൽ നടത്തിയ ഈ റൈഡിന് ഊഷ്മളമായ ഒരു സ്വാഗതവും ഈ പുരാതനമായ കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നടന്ന എല്ലാ മുന്നേറ്റങ്ങളുടെയും ചുക്കാൻ പിടിച്ച ഈ ഒരു സ്ഥാപനത്തിനെ കുറിച്ച് നല്ലൊരു വിവരണം തന്ന ജോബിനച്ഛന്
അതുപോലെ ഞങ്ങൾക്ക് നല്ലൊരു ചായയും മറ്റുള്ള എല്ലാ കാര്യത്തിനും സൗകര്യം ചെയ്തു തന്ന ഇവിടുത്തെ അച്ഛന്മാർക്കും എല്ലാവർക്കും ഉള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. പങ്കെടുത്ത എല്ലാവരെയും ഞങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടുന്നു. പ്രവർത്തനത് ഈ മലയാള ഭാഷയ്ക്ക് ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ പള്ളിയോട് ചേർന്ന സ്കൂളുകളാണ്. അങ്ങനെ പള്ളിക്കൂടം എന്ന കൺസെപ്റ്റ് ഉണ്ട്. പിന്നെ താഴ്ന്ന ജാതിക്കാരായ ആൾക്കാരും പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പ്രധാന ശരിക്കും നവോത്ഥാന കേരളത്തിലെ ഈ ഒരു വിദ്യാഭ്യാസ മേഖലയ്ക്ക് അല്ലെങ്കിൽ മലയാളത്തെ പരിപോഷിപ്പിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തിട്ടുള്ളതാണ്. സെയിൻറ്റ് ജോസഫ് പ്രസ് എന്ന് പറഞ്ഞ ആദ്യത്തെ കാത്തലിക്സിൻ്റെ പ്രസ് അദ്ദേഹം സ്ഥാപിച്ചത് കണ്ണൂരായിരുന്നു. അവൻ പുസ്തകങ്ങൾ ഇരിക്കുകയും ആൾക്കാരെ പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു. പള്ളിക്കൂടം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു വിപ്ലവകരമായ കൺസെപ്റ്റാണ്. പള്ളിക്കൂടം അതാണ്. പിന്നെ CPM-ൻ്റെ പള്ളിയെല്ലാം പണിയണം ഒരു മുദ്ര പള്ളിക്കൂടം. പിന്നെ വേറെ പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ ഈ വാക്കുകൾ സൂക്തങ്ങൾ എന്ന് പറയുന്നത് അതെല്ലാം സാധാരണക്കാരെ ക്രിസ്തീയ വാക്കുകളൊന്നുമില്ല. എഴുതിക്കുന്നത് സാധാരണ ഏത് മനുഷ്യനെയും ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നതാണ്. അങ്ങനെ ഒരു വിപ്ലവകാരിയായിരുന്നു. നല്ല ജീവിതം നയിച്ചതാണ്. ഈ അച്ഛൻ്റെ ഒരു മൊണാസ്ട്രിയിൽപ്പെട്ട ആൾക്കാരാണ് CMI ഫാദേഴ്സ്. ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നടന്ന CMIയിലാണ്. ചിത്തപ്പുഴ സ്കൂള്, ക്രിസ്ത്യോദി സ്കൂള്, ഈ കോളേജ് മറ്റത്. പിന്നെ ബാംഗ്ലൂർ ക്രിസ്ത്യോദി. എനിക്ക് തോന്നുന്നത് നമ്മുടെ അതെ ഏതാ എറണാകുളത്ത് രാജഗിരി ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി അതിനകത്തുള്ളതാണ്. അപ്പോൾ വിപ്ലവകരമായ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചാണെന്നതിൽ ചാവച്ചെന്ന് ഓർമ്മിച്ചു. അല്ല അത് രാമപുരത്തെ കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞു വാഴ്ത്തപ്പെട്ട സെയിൻ്റായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടെ ഭയങ്കര വ്യൂ. അവിടെ നോക്കി താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് കൈപ്പുഴ അങ്ങ് കുട്ടാമ്പ്രം. ഇപ്പൊ ഈ ഇവിടുത്തെ പാലം ഒന്ന് പണിയാൻ പോവാ. ഏതാ കൈപ്പുഴ അങ്ങോട്ടുള്ളത് അല്ലേ? അവിടുത്തെ അതുകൊണ്ട് ആ വഴി ഇപ്പം അതിന് ശേഷം വഴി അതിന്റെ പൈലിംഗ് വർക്ക് നടക്കുക. മീശ എന്ന് പറയുന്ന S. ഹരീഷിന്റെ നോവലുണ്ട്. വായിച്ചിട്ടുണ്ടോ? S. ഹരീഷ് എന്ന് പറഞ്ഞ കേരളത്തിലെ പ്രശസ്ത എഴുത്താനുണ്ട്. മീശ എന്ന നോവൽ. മീശ അത് വായിക്കണം. ഈ നീണ്ടു കൈപ്പുഴ പ്രദേശത്തെ ഓഗസ്റ്റ് 17 വായിച്ചിട്ടുണ്ടോ? അത് അതിനേക്കാൾ ഗംഭീരം. കേരളത്തിലെ 3 നവംബറിന് ഒരു പ്രത്യേകത. കേരളത്തിലെ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ ഈ 3 നാട്ടുരാജ്യങ്ങൾ ഒരുമിപ്പിക്കുന്നതിന് മുമ്പ് ഉണ്ടായ ചില അന്തർനാടകങ്ങൾ. നമുക്ക് എങ്ങനെ എഴുതി പിടിക്കുന്നറിയില്ല. അപ്പം നമുക്ക് ഇവിടെ നേരെ ഇറങ്ങിച്ചെല്ലുന്ന വല്ലൂർ കാണുന്ന സർഗക്ഷേത്ര. അവിടെ FM സ്റ്റുഡിയോക്കാർ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. നമുക്കൊക്കെ FM-ൽ സംസാരിക്കാം, എയർ ചെയ്യും. അവിടെ വെച്ച് നമ്മുടെ അഭിമാനമായ സ്കൂൾ മീറ്റിലെ മാസ് എൻട്രി എന്നല്ലേ പറയാം, മാസ്റ്റാർഡിലെ ഗോൾഡ് മെഡലിസ്റ്റായ നിയ ഇവിടെ സാധിക്കണം. നീ കേട്ടൊക്കെ സംസാരിക്കാം. സാറേ നല്ല അത് പ്രത്യേകം വായിക്കും. കുറച്ച് വായിച്ചു പഠിച്ചു. അത് പ്രത്യേകം ചിലരെടുത്ത് ആവശ്യങ്ങൾക്ക് പണം വാങ്ങിക്കരുത്. ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു FM സ്റ്റേഷനിൽ കയറാൻ ഒരു അവസരം കിട്ടിയത്. സ്റ്റേറ്റ് ലെവൽ മെഡൽ കിട്ടിയ നിയാടി കോട്ടയം സൈക്ലിംഗ് ക്ലബിൻ്റെ പ്രസിഡൻ്റായ ചെറിയാൻ സാറിൻ്റെ ഒരു ലൈവ് സെഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ക്ലബ് മെമ്പേഴ്സിൻ്റെ എല്ലാം ഒരു ചെറിയൊരു ഇൻ്റർവ്യൂ നടന്നിരുന്നു.
സിറ്റുവേഷൻ കേട്ടോ, സിറ്റുവേഷനാണ് സ്റ്റേഷൻ ഇൻചാർജ് കേട്ടോ. ഇത് നിയ ആൻഡ് എബ്രഹാം നമ്മുടെ സ്കൂൾ ഗെയിംസിലെ സൈക്ലിങ്ങില് അപ്പൊ നമ്മുടെ നീക്ക് എല്ലാവരും ആശംസകൾ നേർന്നുകൊണ്ട് കോട്ടയം സൈക്ലിംഗ് ക്ലബിന്റെ എല്ലാവിധമായ അനുമോദനങ്ങളും കൂടുതൽ മെഡലുകൾ നേടി കേരളത്തിന്റെ അഭിമാനമായി നീ മാറട്ടെ. നിന്റെ കാലടിത്തപ്പി നീ പോലും അറിയാതെ നിന്റെ പിന്നെ ഞാൻ വിറ്റ് നിന്റെ കാലടിക്ക് മീത കാല് വെച്ച് കൂടി നിന്റെ കള്ളത്തരം കണ്ടപ്റ്റനി എൻ്റെ അടുത്ത് ഞാൻ പാടി ഇതുമാതിരി ഇടപാടിൽ കുടുങ്ങാതിരി എൻ്റെ ദുരിതമെന്ന പോലെ കണ്ട് കലങ്ങാതിരി ഇതുമാതിരി ഇടപാടിൽ കുടുങ്ങാതിരി ഇനി കൈ തൊട്ട് കൊടുത്ത പോലെ പാതിരി ഇതുമാതിരി ഇടപാടിൽ കുടുങ്ങാതിരി എൻ്റെ ദുരിതമെന്ന പോലെ കണ്ട് കലങ്ങാതിരി ഇതുമാതിരി ഇടപാടിൽ കുടുങ്ങാതിരി ഇനി കൈ തൊട്ട് കൊടുത്ത പോലെ പാതിരി. ഡോട്ട്സിച്ചിൻ്റെ റാപ്പൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ സർവ്വക്ഷേത്രയിൽ നിന്ന് ഇറങ്ങി. ഞങ്ങളെല്ലാം കൂടെ ഒരിടത്ത് ഫുഡ് കഴിക്കാൻ കയറി. അത് കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് തിരിച്ചു. സൂക്ഷിക്കണമല്ലോ ഇതൊക്കെ സൂക്ഷിക്കണം. നമ്മൾ ലൈവായിരിക്കും. ലൈവല്ല, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ലൈവല്ല.